ആണ്ടുവട്ടത്തിലെ 33-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഒന്നാമത്തെയും മൂന്നാമത്തെയും വായനകളെ 5 പോയിന്റുകളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1. മിഖായേൽ മാലാഖയുടെ ദൗത്യം. യഹൂദ വിശ്വാസപ്രകാരം മഹാപ്രഭുവായ മിഖായേൽ മാലാഖ 7 മുഖ്യദൂതന്മാരിൽ ഒന്നാമനും മാലാഖ ഗണങ്ങളുടെ തലവനുമാണ്. ദൈവജനത്തിന് നരകത്തിലെ പിശാചിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ചുമതലയാണ് മിഖായേൽ മാലാഖയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തുടരുകയുമാണ്. 2. യേശുവിൻ്റെ താക്കീത്. പ്രകൃതി താളം തെറ്റുന്ന താരാട്ട് പാടുമെന്ന് പ്രവാചക ശൈലിയിൽ യേശു ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ വിജാതീയ രാഷ്ട്രങ്ങൾ നിലംപരിശാകുമെന്ന പ്രവചനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതിയുടെ ഈ താളം തെറ്റൽ സൂചിപ്പിക്കുന്നത്. ഏശയ്യാ 13:9, 10, 34 അധ്യായം 4-ാം വചനം. ഈ പ്രവചനങ്ങളിലൂടെ യേശു ജെറൂസലേമിൻ്റെ ഭാവി പതനത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു. 3. ദാനിയേൽ 7:13 രാജകീയ പ്രതിപുരുഷനുമായി യേശു തന്നെ താതാത്മ്യപ്പെടുത്തുന്നു. യേശു പിതാവിൻ്റെ ഒപ്പം സിംഹാസനസ്ഥനാകുമെന്നും സാർവത്രികമായ ഒരു രാജ്യവും അനന്തമായ ആധിപത്യവും സ്ഥാപിക്കുമെന്നും യേശു ഇവിടെ ദ്യോതിപ്പിക്കുന്നു. ദാനിയേൽ 7:14, മത്തായി 28:18. യേശുവിൻ്റെ സ്വർഗാരോഹണവും മഹത്വത്തോടെയുള്ള 2-ാം വരവും യേശു സൂചിപ്പിക്കുന്നു. ഈ ദൈവസാന്നിധ്യം സൂചിപ്പിക്കാനാണ് മേഘങ്ങൾ എന്ന പ്രയോഗം ഓർമ്മപ്പെടുത്തുന്നത്. 4. യേശു സൂചിപ്പിക്കുന്ന തലമുറ. AD 70 അവിടുത്തെ സമകാലികരുടെ ജീവിതകാലത്ത് തന്നെ ഇത് നിറവേറി. ആകാശവും ഭൂമിയും എന്നത് ധ്വനിപ്പിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളുടെ അലംഘനീയതയാണ്. അത് അവിടുത്തെ ദൈവത്വത്തിൻ്റെ അടയാളമാണ്. സങ്കീർത്തനം 102, 25-27 വരെ. 5. യേശുവിൻ്റെ 2-ാമത്തെ വരവ്. കൊടും ദുരിതങ്ങളും മരണഭയവും നിലനിൽക്കുന്ന അവസ്ഥയിലായിരിക്കും യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനം. ആ സമയത്തും നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുതെന്ന് കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ദിനം വിധിയുടെയും ദുരന്തങ്ങളുടെയും ദിനമായിട്ടല്ല നാം വീക്ഷിക്കേണ്ടത്. നാം യേശുവിൻ്റെ 2-ാം വരവിനെ വാഗ്ദാനവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ടാണ് കരുതേണ്ടത്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. വെളിപാട് 22:20. പ്രത്യാശയോടെ യേശുവിൻ്റെ വരവിനായി നമ്മൾ നിലവിളിച്ച് അപേക്ഷിക്കണം. ആദിമ ക്രൈസ്തവർ മാറൻ അത്ത എന്ന് പ്രാർത്ഥിച്ചു, അതായത് കർത്താവ് വന്നു കഴിഞ്ഞു. ആ പ്രാർത്ഥനയിൽ നിറയെ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞു നിന്നു. കർത്താവ് വന്നതിൻ്റെ അനുഭവം ദിവ്യബലിയിൽ നമ്മൾ അനുഭവിക്കുന്നുവെന്ന് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.